കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. വർഷങ്ങളോളമായി കുണ്ടും കുഴിയും കുളവുമായി അപകടം വിളിച്ചോതിക്കൊണ്ട് കിടക്കുന്ന വെട്ടിക്കാട്ടിരി മണലാടി റോഡ് എന്ന് സഞ്ചാരയോഗ്യമാക്കുമെന്ന ചോദ്യത്തിന് അധികൃതർ മൗനം പാലിക്കുന്നതായി പരാതി. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിച്ച് റോഡ് യാത്രായോഗ്യമാക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. റൈറ്റ് വിഷൻ പരമ്പര തുടരുന്നു. കുഴിക്കിടക്കും ടയറോടും. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി മണലാടി റോഡ് വർഷങ്ങളോളമായി തകർന്നു കിടക്കുന്നതായാണ് ജനങ്ങൾ പരാതിപ്പെടുന്നത്. ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനാവശ്യമായ യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. റോഡിലെ കുഴികളിൽ താൽക്കാലികമായി ക്വാറി വേസ്റ്റ് തട്ടിയതിനാൽ വേനൽക്കാലത്ത് പൊടിയും വർഷക്കാലത്ത് ചളിയും മൂലം ദുരിത ജീവിതം നയിക്കുകയാണ് പ്രദേശവാസികൾ. ഈ റോഡിലൂടെയുള്ള യാത്രയിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഈ റോഡ് പണിയാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഞങ്ങൾ ഈ റോഡിൽ കൂടെ ഒരുവിധം കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. ഞങ്ങൾ ഓട്ടം തുടങ്ങിയതിന് ശേഷം വണ്ടി കംപ്ലൈൻറ്റ് കൂടി അതിന് മെയിൻ്റനൻസ് കൂടുന്നു പുറമെ ഇത് കൂടെ എല്ലാ രാഷ്ട്രീയക്കാരും പോകുന്നുണ്ട്. അത് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട്. പക്ഷേ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. വേനൽക്കാലമായ പൊടി, മഴക്കാലമായ ചേറ്, ഇതാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് നേരെയാക്കി കിട്ടുന്നത് എന്നെപ്പോലെ ഓട്ടോ ഡ്രൈവർ മാത്രമല്ല, ഈ നാട്ടിൽ ഈ റോഡിൽ കൂടെ പോകുന്ന എല്ലാവരും ഒരു അത്യാവശ്യമാണ്. അതിന് വേണ്ട നടപടികൾ ഇതിന്റെ പ്രതിനിധികൾ ആരാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ റോഡരികിലെ ചളിയും വെള്ളവും വീടുകളിലേക്ക് കയറുന്നതായും തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമല്ല ശാശ്വത പരിഹാരം തന്നെ കാണണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കൽവർട്ടുകൾ വൃത്തിയാക്കിയാൽ മാത്രമേ പ്രദേശത്ത് വെള്ളം കെട്ടിനിൽക്കുന്നത് തടയാൻ കഴിയൂവെന്നും താൽക്കാലികമായി വെള്ളം വറ്റിക്കുകയോ ക്വാറി വേസ്റ്റ് ഇടുകയോ ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാൽ പോരാ എന്നും പരിസരവാസികൾ പറഞ്ഞു. കുടിയിലെ വെള്ളം ഈ ടോറസ് പോലെയുള്ള വലിയ വണ്ടികൾ വരുമ്പോൾ അതിങ്ങനെ ഓവർഫ്ലോ ആയിട്ട് വീടിൻ്റെ അകത്തേക്കാണ് വരണത്. അപ്പോൾ ഇപ്പോൾ ഇവർ വന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1-2 കഴവിടെ പൊട്ടിച്ചിട്ട് ഈ വെള്ളം അങ്ങോട്ട് ചാടിക്കാം. അപ്പം ഇത് മെറ്റലിട്ട് ഉയർത്താന്നാണ് പറഞ്ഞത്. കോറി വേസ്റ്റ് ഇട്ട് കോറി വേസ്റ്റ് ഇട്ട് ഉയർത്തിയാൽ എന്താ കുഴപ്പം വെച്ചാൽ 2 വെയിൽ കണ്ടു കഴിഞ്ഞാൽ ഈ പൊടി മുഴുവൻ അകത്തേക്കാണ്. ഞങ്ങൾ വീടിനകത്ത് മുഴുവൻ പൊടിയാണ്. ഇപ്പോൾ ഈ 2 മാസമായിട്ട് 3 പ്രാവശ്യമൊക്കെയാണ് നിലക്ക് അടിച്ചു വരി തുടച്ചിരുന്നത് വീടിൻ്റെ അകത്തൊക്കെ. എന്നാലേ പൊടി പോകുള്ളൂ. പിന്നെയും പൊടി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഈ കൽബർട്ട് പണിതിട്ട് പോയാൽ മാത്രം പോരാ, ഇത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഇത് അടഞ്ഞിരിക്കുക. മാത്രമല്ല ആൾക്കാർ ആരൊക്കെയോ വേസ്റ്റ് കൊണ്ട് തള്ളുന്നുണ്ട്, അതെല്ലാം ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുക. അപ്പോൾ ഈ കൽബർട്ട് വൃത്തിയാക്കിയാൽ മാത്രമേ വെള്ളം പോകുള്ളൂ, അല്ലെങ്കിൽ ഇത് ശാശ്വതമായിട്ട് ഇങ്ങനെ കെട്ടി തന്നെ നിൽക്കും. അപ്പോൾ ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണണം. അതുകൊണ്ട് വെള്ളം തുറന്നു വിട്ട് വെള്ളം പറ്റിച്ചിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് കുറേ കോരി വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. ഞങ്ങൾ വീണ്ടും പൊടി തിന്നുക എന്നുള്ളതാണ്. അപ്പോൾ അതുകളുടെ കാര്യം ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇതിന് കണ്ടേ പറ്റൂ. സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രികർക്ക് ഈ റോഡിലൂടെയുള്ള സഞ്ചാരം ദുസ്സഹമാണെന്നും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മഴക്കാലത്തിനു മുന്നേ പരിഹരിക്കാൻ അധികാരികൾ ശ്രമിച്ചില്ല എന്നും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും ആക്ഷേപമുയരുന്നു. റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമുയർത്തി പ്രതിഷേധങ്ങളുമായി വരുന്ന പൊതുപ്രവർത്തകരെ അവഹേളിക്കുന്ന മനോഭാവമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ആരോപണം.
PWD റോഡ് ഏറ്റെടുത്തതിനു ശേഷം കരാറുകാരുടെ ധിക്കാരമാണ് കാണാൻ കഴിയുന്നതെന്നും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവർ കരാറുകാരന്റെ തോന്നിവാസത്തിന് ഒത്താശ ചെയ്യുകയാണെന്നും ആക്ഷേപമുണ്ട്. പാഞ്ഞാൽ മണലാടി വെട്ടിക്കാട്ടി റോഡിന്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട് 2 വർഷത്തോളമായി ഇന്നാട്ടിലെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് എന്ന വാർത്തകളും പ്രതിഷേധങ്ങളുമായി നിരന്തരം മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടുത്തെ MLAക്കോ ഭരണകർത്താക്കൾക്കോ ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ല എന്ന് ഏറ്റവും ഖേദകരവും ഏറ്റവും അപമാനകരമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു ന്യൂസോ വരുമ്പോൾ മാത്രം അതിന് തിരിച്ചൊരു മറുപടി എന്നതിനത്തെ അപ്പുറത്തേക്ക് ജനങ്ങളെ ഈ ബാധിക്കുന്ന ഈ റോഡിൻ്റെ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ ഇവിടുത്തെ ജനപ്രതിനിധിക്കോ മറ്റ് ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, പലതരത്തിലുള്ള ജനങ്ങൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും പ്രതിഷേധവുമായി കടന്നു വരുമ്പോൾ സ്കൂൾ തുറക്കുന്ന സമയം വിദ്യാർത്ഥികളും സ്കൂൾ ബസ്സുകളും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ നടന്നു പോകുന്ന ഈ റോഡ്, എത്രയോ വിദ്യാലയങ്ങൾ, പാഞ്ഞാൽ ഗവൺമെൻറ് സ്കൂള്, അതുപോലെ തന്നെ അറഫയിലേക്ക് പോകുന്ന വഴി, അതുപോലെ തന്നെ നമ്മൾ ഇർഷാദ്, അങ്ങനെ ഒട്ടനവധി വിദ്യാലയങ്ങളും പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിൽ ഒരു മെയിൻ റോഡ് ആ ഒരു ജൂൺ 2 മുൻപ് മഴക്കാലത്തിന് മുൻപ് ഒന്ന് പരിഹരിക്കാൻ ഒരു ശ്രമം പോലും നടത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതുപ്രവർത്തകർ പ്രതിഷേധങ്ങളുമായി വരുമ്പോൾ അവരെ അവഹേളിക്കുന്ന, അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മാത്രമാണ് ഇന്നിവിടെ കാണാൻ കഴിയുന്നത്. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന് അറിഞ്ഞിട്ടില്ല ഈ റോഡുമായി ബന്ധപ്പെട്ട് ഈ റോഡ് പണി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളോ ഭരണ നേതൃത്വമോ അറിഞ്ഞിട്ടില്ല എന്നാണ് പലപ്പോഴും ഇവിടെ പറയുന്ന കാര്യം. എന്നാൽ നമുക്കറിയാം, ഈ 2-3 വർഷത്തോളമായി PWD ഏറ്റെടുത്തതിന് ശേഷം കരാറുകാരൻ്റെ തനി തോന്നിയാസവും ധിക്കാരവുമാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങളുമായോ അതല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എന്തെങ്കിലും ഈ റോഡിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കുമ്പോൾ അതൊന്നും ഗൗനിക്കാതെ ഇതിൻ്റെ AXO AEO അതിൻ്റെ ഉദ്യോഗസ്ഥരോ പോലും ഇവിടെ സ്ഥലം സന്ദർശിച്ച് അതിന് വേണ്ട ഒരു തയ്യാറെടുപ്പുകൾ നടത്താതെ കരാറുകാരൻ്റെ തോന്നിയാസത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇന്ന് റോഡിൻ്റെ ഈ ദുരവസ്ഥ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട MLA അടിയന്തരമായി ഈ സ്ഥലം സന്ദർശിച്ച് ഈ റോഡിൻ്റെ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ MLA മുൻകൈയെടുക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് പറയാനുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കണമെന്നും വിഷയത്തിൽ ഇടപെട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ. സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ. സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ. SSLC +2 കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും സ്മാർട്ട് ഫോൺ ഡിപ്ലോമ നേടൂ, ഭാവി സുരക്ഷിതമാക്കൂ. ജീവിത വിജയം നേടിയ 10,000-ൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും. പഠനം വളരെ എളുപ്പം. പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ, ടാബ്, GSM പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി, നേരിട്ട് വിദേശാവസരങ്ങളും. ബ്രിഡ്കോ JRJ കോംപ്ലക്സ്, മെയിൻ റോഡ്, ഒറ്റപ്പാലം.